മടിച്ചിരിക്കാതെ എഴുന്നേക്കടാ. വാ പോവാം. എങ്ങനെയെങ്കിലും ഇന്നത്തെ ഒരു ദിവസം കൂടി തള്ളി നീക്കണം. നാളെ ഉച്ചയ്ക്ക് ഓണസദ്യ കഴിഞ്ഞാൽ ആ മരതകമാല എന്റെ കഴുത്തിൽ വീഴും. അതുവരെ എന്തും സഹിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ ഇവിടെയുള്ളവര് ഈ വസുന്ധര ആരാണെന്ന് കാണും. എന്താ വസുന്ധര ഇത്? നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ? പിന്നല്ലാതെ ഞാൻ എവിടെ പോവാനാ ഭൈരവിയമ്മേ? അത് നല്ല ചോദ്യായിപ്പോയി. ഇന്ന് ഉത്തരാടാണെന്ന് അറിയോ നിനക്ക്? അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. അവിടെ എല്ലാരും ഉണ്ട്. അങ്ങോട്ട് വന്നേ. അയ്യോ, ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അടുക്കളപ്പണിയൊന്നും ഒരു പിടിയും ഇല്ലെന്നേ. എന്ത് വർത്തമാനം നീ പറയുന്നത്? ഈശ്വരമംഗലത്തിന്റെ അധികാരസ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിനക്ക് അടുക്കളപ്പണി അറിയില്ലെന്ന് പറഞ്ഞ അതെങ്ങനെ ശരിയാവും? അധികാരസ്ഥാനമൊക്കെ പോട്ടെ, ഒരു പെണ്ണാണെങ്കിൽ അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഒന്നും അറിയാത്ത ഞാൻ അവിടെ വന്നിട്ട് എന്തെടുക്കാനാ? അറിയില്ലെങ്കിൽ പഠിക്കണം. ഞാൻ പഠിപ്പിച്ചുതരാം. നീ ഇങ്ങോട്ട് വാ. വരാൻ. ഞാനെന്തെങ്കിലും ചെയ്തിട്ട് അവസാനം പാഴായിപ്പോയെന്ന് പറയരുത്. പാഴാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ജോലി ചെയ്യ. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. അത് വാങ്ങ. വസുന്ധരേ. എന്തോ ഭൈരവിയമ്മേ? പാർവതി, എല്ലാരും ഒന്നിങ്ങോട്ട് വാ. വാ വസു. ഇത്തവണ എല്ലാവർക്കും ഓണക്കോടി എന്റെ വകയായിട്ട. പാർവതിന്ന് തന്നെ തുടങ്ങും. ഈശ്വരമംഗലത്തേക്ക് കയറി വന്ന ആദ്യ മരുമകള് പാർവതിക്ക്. അടുത്ത ഓണം മുതല് കുടുംബത്തിലെ എല്ലാവർക്കും ഓണക്കോടി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈശ്വരമംഗലത്തിന്റെ അധികാരം ഏറ്റുവാങ്ങുന്ന അടുത്ത അവകാശിയായിരിക്കും. ദാ വസുന്ധരയ്ക്കുള്ള ഓണക്കോടി. താങ്ക് യു. ഗൗതം, ഇതാ ഗൗതമിന്. താങ്ക് യു.
പ്രണവ് ആ. ഇതാ. താങ്ക് യു. താങ്ക് യു ഭൈരവമ്മേ. ഇത് ഈശ്വരമംഗലത്തെ ഇളയ തലമുറയിലെ മരുമകൾക്ക്. ഇതാ നിധി. നാളെ തിരുവോണ നാളിലെങ്കിലും നമ്മുടെ വീടിന്റെ മുറ്റത്ത് അത്തപ്പൂക്കളവും തിരുവാതിര കളിയും ഓണക്കളിയൊക്കെ ഉണ്ടാവണം. എന്താ നടക്കൂ വസുന്ധരെ? അത്തപ്പൂക്കളെന്നൊക്കെ പറയുമ്പോ ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. പൂക്കളുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. നേരം വെളുക്കുമ്പോ ആവശ്യത്തിന് പൂക്കൾ ഇവിടെ എത്തിയിരിക്കും. എന്നാ പിന്നെ എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ചാൽ മനോഹരമായ ഒരു പൂക്കളം ഒരുക്കാം. ഇപ്പോഴത്തെ പൂക്കളമൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഴയതുപോലെ നിലത്ത് ചാണകം മെഴുകി അതിൽ വേണം അത്തയിടാൻ. ചാണകത്തിനൊക്കെ ഇപ്പൊ എവിടെ പോവാനാ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നോക്കിക്കോളാം. ഭൈരവമ്മയ്ക്ക് പിന്നെ എന്താ വേണ്ടത്? ഓണക്കളികളും തിരുവാതിരയും ഒക്കെ അല്ലേ. നിധി തിരുവാതിരക്കുള്ള ഏർപ്പാടുണ്ടാക്കും. അത് ഞാൻ ഏറ്റു. ഇപ്പൊ രാവിലെ അത്തപ്പൂക്കളം ഇട്ട് തന്നെ നമുക്ക് തിരുവോണ നാളിന്റെ തുടക്കം കുറിക്കാം. ഏറ്റു. ഭൈരവിയമ്മ തന്ന ഈ ഓണക്കോടി വാങ്ങിയപ്പോ ഒരു മുത്തശ്ശി തരുന്ന ഓണക്കോടിയുടെ സുഖം ഉണ്ടായിരുന്നു മനസ്സിൽ. അടുത്ത ഓണം മുതൽ അതില്ലാതാവുകയുള്ളൂ എന്ന് ഓർക്കുമ്പോ ഒരു സങ്കടം. ഇല്ലാതാവുന്നു ആരാ പറഞ്ഞത്? നാളെ ഓണസദ്യ കഴിയുന്നതോടെ വസുന്ധരാന്റെ അടുത്ത അധികാരസ്ഥാനത്തേക്ക് വരും. ഭൈരവിയമ്മ പറഞ്ഞത് കേട്ടില്ലേ? അടുത്ത ഓണത്തിന് എല്ലാവർക്കും ഓണക്കോടി തരാനുള്ള ഉത്തരവാദിത്വം വസുന്ധരാന്റിക്കാണെന്ന്. അത് തന്നെ എന്റെ വിഷമവും. ഭൈരവിയമ്മ തരുമ്പോ അതിനകത്തൊരു സ്നേഹവും വാത്സല്യവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. വസുന്ധരാമ ഓണക്കോടി തരുമ്പോ അതിലധികവും അഹങ്കാരവും ഗർവവും മാത്രമേ കാണൂ. ഇങ്ങനെ മുൻവിധി കുറിക്കല്ല ഗൗതം, പ്ലീസ്. അതെന്താ? എനിക്ക് മുൻവിധി കുറിക്കാൻ അവകാശമില്ലേ? നിനക്ക് എന്നെ കുറിച്ച് മുൻവിധികളൊന്നുമില്ലേ? ഇല്ല. ഗൗതം എന്താണെന്നും ആരാണെന്നും എനിക്കറിയാം. എന്തൊക്കെ ചെയ്യുമെന്നും എനിക്കറിയാം. അതിനെ തന്നെയാണ് മുൻവിധി എന്ന് പറയുന്നത്. അതിലേ ഒരു വ്യത്യാസമുണ്ട്. എന്റെ ഊഹം തെറ്റില്ല. പക്ഷേ വസുന്ധരാന്റിയെ കുറിച്ച് ഗൗതം പറഞ്ഞത് ചിലപ്പോ തെറ്റിയെന്നിരിക്കും. വസുന്ധരാന്റിയുടെ ഈ സ്വഭാവമൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് മാറിയാലോ? സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അടുത്ത വർഷത്തെ ഓണക്കോടി തന്നാലോ? എന്നെ കുറിച്ചുള്ള നിന്റെ മുൻവിധി തെറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എങ്കിൽ പറ, ഈ ഓണത്തിന് ഞാൻ എന്തായിരിക്കും നിനക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നത്? എന്താ തരാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വേണമെങ്കിൽ പറയാം. ആ പറ, കേക്കട്ടെ. നാളത്തെ തിരുവോണ ദിവസം കുളിച്ച് റെഡിയായി വരുമ്പോ എന്റെ നെറ്റിയിലും 2 കവിളുകളിലും ഒരു ഉമ്മ തരണം. എങ്കിൽ പിന്നെ അത് ഇപ്പൊ തന്നെ തന്നേക്കാം. ഒരെണ്ണം അഡീഷണൽ ആയിട്ട് ചുണ്ടിൽ കൂടി തന്നേക്കാം. ഓണസമ്മാനം അല്ലേ, കുറയ്ക്കണ്ട. അയ്യടാ, മാറി നിൽക്കങ്ങോട്ട്. സീരിയസ്ലി, നീ മറ്റൊരു ഓണസമ്മാനം കൂടി എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല നിധി? ഇല്ല. എങ്കില് നിനക്കൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനോ? എവിടെ? ചെന്ന് അലമാര തുറന്നു നോക്കി, അതിലിരിപ്പുണ്ട്. എടുത്തിട്ട് വാ. കരയും കട